ഹലോ, വെൽക്കം ടു ടിപ്പിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്നുണ്ടാക്കുന്ന രീതിയിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് പുട്ടിൻ്റെ ചായ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മസാലപ്പുട്ട്. നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. കറികളൊന്നും ശരിക്കും ആവശ്യമില്ല. ഞാൻ പക്ഷേ കടലക്കറിയും പപ്പടം കൂട്ടിയിട്ടാണ് എപ്പോഴും പുട്ട് കഴിക്കാറ്. ഇനി പഴത്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി കോംബോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നാളെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലോ? ആദ്യം തന്നെ നമുക്ക് പുട്ടൊന്ന് നനച്ചെടുക്കാം. ഇവിടെ ഞാൻ നെല്ലറയുടെ വൈറ്റ് പുട്ട് പൗഡർ അല്ലെങ്കിൽ സ്റ്റീംഡ് പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊന്ന് മാറ്റി വയ്ക്കാൻ കേട്ടോ. ഇനി അടുത്തത് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചില്ലി ഫ്ലേക്സും ക്യാരറ്റും ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ചെറിയുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം തന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. അപ്പോഴേക്കും പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക്. ഇനി ഇതിൻ്റെ പരുവ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, എന്നാലും ഞാൻ കാണിക്കാം. ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഉരുളയായി കിട്ടണം, എന്നാൽ പൊടിച്ചാൽ പൊടിയും വേണം. ഇനി ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും, ഒരു 1/2 ക്യാരറ്റോളം ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പുട്ടുപൊടീൻ്റെ കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് കേട്ടോ, വറുത്ത ജീരകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൽ ഓൾറെഡി ഉള്ളി വഴറ്റിയതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തേക്കാൻ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടുകുറ്റിയിൽ ആവി കയറ്റാൻ വയ്ക്കാം. ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്തിട്ട് 2 ലെയറായിട്ടോ 3 ലെയറായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ആവി പറക്കുന്ന നല്ല ടേസ്റ്റി മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കറികളൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങുമാണ്. ഞാനിവിടെ നല്ല കുറുക്കിയ കടലക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കടലക്കറീൻ്റെ കൂടെയാണ് പുട്ട് കഴിക്കാൻ ഇഷ്ടം. കൂടെ ഒരു പപ്പടവും ഉണ്ട്. അപ്പോൾ ഈ ഈസി മസാലപ്പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.